നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസായി ഞങ്ങളുടെ ഓണാശംസകൾ. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മറ്റു പച്ചടികളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാട്ടിലൊക്കെ ടേസ്റ്റാണ് ഈ പൈനാപ്പിൾ പച്ചടിക്ക്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പൈനാപ്പിൾ പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പഴുത്ത പൈനാപ്പിൾ ആവണം. പഴുത്ത പൈനാപ്പിൾ കൊണ്ട് പച്ചടി ഉണ്ടാക്കുമ്പോഴാണ് പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനത് ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല നൈസായിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യരുത്, ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറാണ് നല്ലത്. പാത്രത്തിലിട്ടിട്ടും വേവിക്കാം, പക്ഷേ പാത്രത്തിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കുകയുള്ളൂ. കുക്കറിലാവുമ്പോൾ നമുക്ക് പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടിയും ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ടാക്കിയിട്ട് ഒന്ന് നടു കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില നമുക്കിതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കാം. ഇനി പൈനാപ്പിൾ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് വേണ്ട. വേവാനുള്ള കുക്കറിലല്ല, അപ്പോൾ ആ വേവാനുള്ള വെള്ളം മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് വെള്ളം മതി. ഇനി നമുക്കിത് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പൊക്കെ പിന്നെ ചേർത്താൽ മതി, കാരണം പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അടപ്പടച്ചിട്ട് വിസിലിട്ടിട്ട് ഒരു 3-4 വിസിലൊക്കെ അടിച്ചോട്ടെ. അപ്പോഴൊക്കെ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പൈനാപ്പിൾ വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സർ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഫ്രഷ് തേങ്ങ തന്നെ ആയിരിക്കണം. പീര വെച്ചിട്ടൊക്കെ പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രഷ് തേങ്ങ ആകുമ്പോഴാണ് പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് കഴുകിയെടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കഴുകിയെടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഇതിലേക്ക് ഊരിട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കണില്ലേ, അതേപോലൊന്ന് ചതച്ചെടുക്കുക. കണ്ടില്ലേ, അതേപോലൊന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് നേരെ ആക്കി കൊടുക്കുക. കടുക് ഒരുപാട് അരയരുത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ചതച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ലോണം അരയില്ല. കടുക് അധികം അരയാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിളിന് അധികം മധുരമല്ല, ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിക്കുക. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം അതെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുള്ളൂ, ഇത്രയ്ക്ക് വെള്ളം വേണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ച് വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ആ തേങ്ങാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങാരപ്പ് ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാരപ്പ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന വെള്ളമൊക്കെ നല്ല കറക്റ്റാണ്. ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച്
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കാരണം നമ്മൾ തൈരൊക്കെ അതിൽ ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടി പോവുള്ളൂ. അതുപോലെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഇപ്പം തന്നെ ഓൾറെഡി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പൈനാപ്പിളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഇതുപോലെ ഉടച്ച് കൊടുത്താലാണ് നമ്മുടെ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ തേങ്ങയും പൈനാപ്പിളൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർക്കുക. കടുകൊക്കെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടല്ലേ, ആ കടുകിൻ്റെയൊക്കെ ഫ്ലേവറാണ് ഈ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പം പൈനാപ്പിളൊക്കെ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് ഉടച്ച് ചേർത്താൽ മതി. ഉപ്പൊക്കെ ഒന്ന് പാകല്ലേ നോക്കാം, ഉപ്പും മധുരമൊക്കെ പാകമാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പുളിയില്ലാത്ത തൈരായിരിക്കണം, പുളിയുള്ള തൈരാവരുത്. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ ബൗൾ ചെറുതാണ്, ഞാനതുകൊണ്ട് ബൗളൊന്ന് കുറച്ചുകൂടി വലിയൊരു ബൗളിലേക്ക് ഇത് ആക്കണുണ്ട്. ബൗളിലേക്ക് ആക്കിയിട്ട് ഇത് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നേരെ മിക്സ് ചെയ്തെടുക്കണം. തൈര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കട്ടകളില്ലാതെ നേരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തൈര് ഇടുന്നതിന് കുറച്ച് മുന്നേ തന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ നന്നായിട്ട് താഴ്ത്തി വെച്ച് കൊടുക്കണം. താഴ്ത്തി വെച്ചതിന് ശേഷമേ തൈര് ചേർക്കാവുള്ളൂ. തൈര് ചേർത്തതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. കാരണം തൈര് ചേർത്തതിന് ശേഷം അത് ഒരുപാട് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈരൊക്കെ ഒന്ന് പെരഞ്ഞി പോവുള്ളൂ. അപ്പം നല്ല താഴ്ത്തി വെച്ചിട്ട് വേണം തൈര് ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്കൊരു തണ്ട് കറിവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില ഇതിലേക്ക് തണ്ടോടക്കനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തണ്ടോടക്കനെ ഇട്ട് കൊടുക്കുമ്പോൾ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. ഉപ്പും മധുരമൊക്കെ നിങ്ങൾക്ക് കുറവാണെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ, സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം നമ്മുടെ പച്ചടിയിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില കഴുകി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇതിലേക്ക് ഊരിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3-4 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ വറ്റൽമുളകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറുതൊക്കെ അതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പം മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല, കാരണം കുറച്ച് സർവിങ് ബൗളിലേക്ക് വെച്ചിട്ട് അവിടെ ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്തേക്കുണ്ട്. ഈ കടുകൊക്കെ വറുത്തിട്ടതിന് ശേഷം ഇത് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അടിപൊളി പൈനാപ്പിൾ പച്ചടി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടാവും. ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടാവുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇവിടെ എല്ലാവർക്കും ഈ പച്ചടി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.